സാംസങ്ങിൻ്റെ സാംസങ് S25 എഡ്ജ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S25 എഡ്ജ് എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ്സും വെയിറ്റും ഒക്കെ ആയിരിക്കും. എന്തായാലും ആദ്യം ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. 2K റെസൊല്യൂഷനൊക്കെ ഇതിൽ വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈൻ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് സെറാമിക് 2ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരിക 163 ഗ്രാം മാത്രമായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലോണം വെയിറ്റ് കുറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തിക്നെസ് വരിക 5.85 mm മാത്രമായിരിക്കും. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് വരുന്നത്. പിന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ ഇതിൽ വരും. പിന്നെ ഈ ഒരു ഫോണിൽ ടൈറ്റാനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡി വരും. ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ടൈറ്റാനിയം ജെറ്റ് ബ്ലാക്ക്, ടൈറ്റാനിയം IC ബ്ലൂ, അതുപോലെ തന്നെ ടൈറ്റാനിയം സിൽവർ എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നതായിരിക്കും. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരും. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 12 GB റാം വരെയൊക്കെ ഇതിൽ വരും. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. Android 15 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. 3.5 mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഇതിൽ വന്നോളണം എന്നില്ല. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 200 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇതിൽ OISൻ്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരും. പിന്നെ ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വന്നോളണം എന്നില്ല. ഫ്രണ്ടിൽ 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം. എന്നാലും ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പ്രത്യേകിച്ച് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കോംപ്രമൈസ് വരുന്നൊരു കാര്യം ബാറ്ററിയുടെ കാര്യത്തിലായിരിക്കും. 3900 mAhൻ്റെ ബാറ്ററി ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. ആ ബാറ്ററി കപ്പാസിറ്റി അത്യാവശ്യം കുറവായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ Type C ചാർജിങ് പോർട്ടും ഇതിൽ വരും. ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചതായിക്കൊള്ളണം എന്നില്ല. തിക്നെസ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു കോംപ്രമൈസ് അതായിരിക്കും. അപ്പം അതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ May 13 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില 1249 യൂറോസ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 1,17,600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഒരു 1,10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ 1,15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിൻ്റെ S25 എഡ്ജ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.